ഹായ് ഹലോ നമസ്കാരം. നമ്മൾ അടുത്ത യാത്ര തുടങ്ങിയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വാരണാസി. അതാണ് നമ്മുടെ ഡ്രീം. വാരണാസിക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരെ വാരണാസിക്ക് ഒരു വന്ദേ ഭാരത് ഉണ്ട്. അത് പിടിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹി മെയിൻ സെൻട്രൽ ഇതാണ്. നമ്മളെ കേരള എക്സ്പ്രസ്, ഇങ്ങനത്തെ എക്സ്പ്രസ് ട്രെയിനുകളെല്ലാം വരുന്നത് ഡൽഹി ഈ സ്റ്റേഷനിലാണ്. ഈ 9 സ്റ്റേഷനാണ്. ഏകദേശം എൻ്റെ ട്രെയിൻ വരുന്നത് തന്നെ 12ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ 2 പാർട്ടായിട്ട് നോക്കി തിരിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പം 1 മുതൽ 16 വരെ ഉള്ളത് ഇവിടെ. അടുത്ത അതുപോട്ട് 22 അങ്ങനെയൊക്കെ റേഞ്ചിനൊക്കെയാണ് ഉള്ളത് ഇവിടെ. ഫുൾ സെറ്റപ്പാണ്. നമ്മൾ കോയമ്പത്തൂർ സിറ്റി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. മറ്റേ ഇതൊക്കെ ഉള്ള, പിന്നെ മൈസൂർ പാലസിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മുംബൈ സെറ്റ് സ്റ്റേഷനാണ്. നമുക്ക് എൻട്രി ചെയ്യാം. അപ്പുറത്തൂടെ എന്തോ ആണ് ഇതിൻ്റെ എൻട്രി, ഇവിടെ അല്ല. എൻട്രി അതുവഴി എന്തോ ആണ്. അവിടെ എസ്കലേറ്റർ ഉണ്ട്. നമുക്ക് അതുവഴി ഒന്ന് കയറി ചോദിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. ഓക്കെ, അകത്തോട്ട് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ട് നമുക്ക് കയറാം. ഓക്കെ ഗൈസ്, നമ്മൾ വേണ്ട വന്ദേ ഭാരത് വന്നുകൊണ്ടിരിക്കുകയാണ് ട്രാക്കിലോട്ട്. ഇതിലാണ് നമ്മൾ വാരണാസി പോകുന്നത്. അതിനങ്ങനെ വരെയാണ്. നമ്മളവിടെ കേരളത്തിനകത്ത് വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല. ഇവിടെയാണ് വന്ദേ ഭാരത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ട്രെയിൻ ഇങ്ങനെ വരെയാണ്. ലേറ്റാണ്, മണിക്കൂർ ലേറ്റ്. കറക്റ്റ് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് വാരണാസി ഡൽഹി ടു വാരണാസി വന്ദേ ഭാരതാണിത്. ഏകദേശം 800 കിലോമീറ്ററാണ് ഉള്ളത്. കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 8 മണിക്കൂറാണ്. 1 മണിക്കൂർ ലേറ്റായി ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ ലേറ്റായാണ് സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ അകത്തിരിക്കുകയാണ്. ഇത് എക്സിക്യൂട്ടീവ് ചേർക്കാറില്ല, ഇത് കുറഞ്ഞ ചേർക്കാറാണ്. ഇതിൻ്റെ പേര് മറന്നുപോയി ഗൈസ്. ടിക്കറ്റ് റേറ്റ് കുറവാണ്. ഇത് 1400 രൂപയുള്ളൂ. ഫുഡ് അടക്കമാണ്. നമുക്കിനിയുള്ള യാത്ര വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഭാഗ്യത്തിന്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അടിപൊളിയാണ്. ഇവിടുത്തെ സ്വിച്ചുകളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിലിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് കത്തും. അടിപൊളി സെറ്റാണ് ഗൈസ്. അടിപൊളി യാത്രയായിരിക്കും. നല്ല റഷാണ് കണ്ട. നല്ല തിരക്ക് ഗൈസ്. വിൻഡോ സീറ്റാണിത്. എ സി ആണ്. ഇതിലാണ് അടിച്ചു പൊളിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാരണാസി എത്തിയിട്ട് അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. വാരണാസിൻ്റെ ഇടയിൽ വല്ല സ്പെഷ്യൽ കാഴ്ചകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ വാരണാസി എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വാരണാസിയാണ്. വാരണാസി നമ്മളൊരു തെരുവിൽ കൂടെ അല്ല, ഇവിടുത്തെ നല്ല തിരക്കാണ്. ഇവിടെ റിക്ഷ എടുത്ത് ആദ്യം പോകണമെന്ന് പറഞ്ഞാൽ അസിഘട്ടിലോട്ടാണ് പോണത്. അപ്പോൾ 100 രൂപയാണ് ചോദിച്ചത്. ഇവിടെ നടക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് ഞാൻ റിക്ഷ എടുത്തത്. അല്ലെങ്കിൽ നടന്ന് തന്നെ പോകുമായിരുന്നു. ഭയങ്കരമായ തിരക്കാണ് ഗൈസ്. വേണ്ട, വൻ തിരക്ക്. അസിഘട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ആണ് അവിടെ ബോർഡ് വെച്ചിരുന്നത്. പക്ഷേ റിക്ഷ ചേട്ടൻ പറയുന്നത് 2 കിലോമീറ്ററിന് പുറത്തുണ്ട്. ഒരു പാടാണ്. എന്നെ വെച്ചുകൊണ്ട് എൻ്റെ ലഗേജും വെച്ചുകൊണ്ട് ചവിട്ടയാണ് ചേട്ടൻ. നല്ല പ്രായമുണ്ട്. ഗൈസ്, നമ്മൾ അസിഘട്ടിലോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം തട്ടിയില്ലെന്ന് പറഞ്ഞൊക്കെയാണ് ഗൈസ് വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തട്ടിയില്ല, ആ റേഞ്ചിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നല്ല തിരക്ക്. ഫോൺ അടിച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് ആണെങ്കിൽ അതിൻ്റെ കാര്യമില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അസിഘട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്ഷയിലാണ്. 100 രൂപയാണ് ചാർജ്. ഞാൻ പറയണെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഭയങ്കര തിരക്കാണ്. തിരക്കും ഈ സൗണ്ടും
നമ്മൾ ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പം രാത്രിയത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നേരെ റൂം എടുത്ത് കിടന്ന്. ആ റൂം ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇന്നിനി വേറെ ഇവിടെ റൂം ഞാൻ 2 ദിവസം ഇനി ഇവിടെ കാണും. ഇവിടുത്തെ ഫുൾ വീഡിയോ ഒന്ന് എടുക്കണം. എനിക്ക് ഫുള്ള് ഒന്ന് കറങ്ങണം, എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അസീഗട്ട് അങ്ങനത്തെ കുറേ ഗെട്ടുകളൊക്കെ ഇന്നൊന്ന് കാണണം. ബാക്കി നാളെ. ഇപ്പം തന്നെ മണി 10 മണിയായി. ഇന്നലെ രാത്രി 1 മണിക്കാണ് വന്നത് ട്രെയിൻ. അങ്ങനെയാണെന്ന് ഉറങ്ങി. അന്ന് രാവിലെ എണീക്കാൻ പറ്റാത്തത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അസീഗട്ട് ചെന്നിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഒന്നും കാണാനില്ല. ഫുൾ കടകളാണ് ഇവിടെ എല്ലാം. കണ്ട സാധനങ്ങളും തുണിക്കടയാണ് കൂടുതലുള്ളത്. ഗൈസ് നമ്മൾ അർഷച്ചേട്ട അവിടെ കൊണ്ടുപോയിട്ട് ഇത് വഴിയിൽ താഴോട്ട് നടക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. മൊത്തം ഒരു കല്ലുപാവിയ റൂട്ടാണ്. ഏകദേശം 1 കിലോമീറ്റർ അല്ല, കൂടുതലുണ്ട് കേട്ടോ ഗൈസ്. ഇത്തിരി കൂടുതൽ ദൂരം ചവിട്ടി 100 രൂപ കൊടുത്ത് കുഴപ്പമില്ല. 100-150 രൂപ വരെ ചവിട്ടി എന്നാണ് തോന്നണം. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിനി അങ്ങോട്ട് പോകാം, കുറച്ചും കൂടെ താഴോട്ട് പോകാം. ഇവിടെയൊക്കെ ഓരോ ടൂറിസ്റ്റ് ഹോമും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇത്തിരി തിരക്ക് കുറവാണ്. മേള ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ മുട്ടൻ തിരക്കായിരുന്നു ഗൈസ്. മുട്ടൻ തിരക്കെന്ന് പറഞ്ഞാൽ മുട്ടൻ തിരക്ക്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് കാണാം. അസീഗട്ട്, നമ്മൾ ആദ്യം എത്തുന്ന അസീഗട്ടിലാണ്. ഇനി ഓരോ മണികർണ ഗട്ടുണ്ട്. മണികർണ ഗട്ടൊക്കെ ഭയങ്കരമായ ഫീൽ തരുന്ന ഗട്ടുകളാണ്. ഇത് ഞാൻ ഇന്നത്തെ തന്നെ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ഒരു ജാക്കറ്റ് ഞാൻ എടുത്തുള്ളൂ. ഇവിടെയാണ് മുട്ടൻ തണുപ്പ്. പക്ഷേ ഇന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഡൽഹിയേക്കാൾ ഇവിടെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നല്ല തിരക്കാണ് ഇവിടെയും. അവിടെ ഇറങ്ങുന്നിടത്ത് നല്ല തിരക്കാണ് കേട്ടോ ഗൈസ്. ആഹാ, അടിപൊളി. ഇവിടെ ആണ്, ഇതാണ് അസീഗട്ട്. ഇവിടെ ബോർഡ് അരിയും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അസീഗട്ട്. ഇവിടെ ഒരു ചെറിയ അമ്പലവും സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡുണ്ട്, ചായ ഉണ്ട്, ഒരു സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നുണ്ട്. പൊളി. ശരി, വെച്ചോളൂ. ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ അസീഗട്ട് കടവിലോട്ട് ഇറങ്ങിയാണ്. ഇത് ഗട്ടെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇത് ഗംഗയുടെ ഓരോരോ തീരം, അതിനാണ് ഗട്ട്സ് എന്ന് പറയുന്നത്, ഘാട്ടെന്ന് പറയുന്നത്. നമുക്കത് ജസ്റ്റ് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് എല്ലാം ഇവിടെയൊക്കെ വൃത്തികേടാണ് സംഭവം. അവിടെ ഒഴിവന്ന് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാം. ബോട്ടിന് വിളിക്കുകയാണ്. ബോട്ടിന് 100 രൂപ ആ റേഞ്ച് അങ്ങനെ എന്തോ ആണ് ഉള്ളത് ഒരു ബോട്ടിന്. നമുക്ക് ബോട്ടിങ് നാളെ നോക്കാം. ഇന്ന് നമുക്കിവിടെ മൊത്തം ഒന്ന് കറങ്ങി കാണാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. അവിടെ ബോട്ടിങ്ങിന് നല്ല തിരക്കുണ്ട് കേട്ടാ. നല്ല തിരക്കാണ് ബോട്ടിങ്ങിന്. നമുക്ക് ഇങ്ങനെ പോവാം, അങ്ങനെയും പോവാം. എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ മണികർണ ഗട്ട്. നമുക്ക് അങ്ങോട്ട് നടന്നൊന്ന് പോവാം. ഇങ്ങനെ നടന്നു പോകാൻ പറ്റും, ബോട്ടിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു കേസുണ്ട്, ഇവിടെ നിന്ന് അപ്പുറത്ത് പോകുമ്പോൾ കണ്ട അവിടെ ഒരു വൈഡായി കാണിച്ചു തരാം. അവിടെ ഒരു തീരം പോലൊരു സംഭവമുണ്ട്. മണ്ണെന്തോ ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുന്നതാണ്. ഇവിടെ നിന്ന് ബോട്ടിൽ കയറി നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാം. അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് ബോട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ശരിക്കും ബോട്ട് बोटिंग करा दे. हाँ, बोटिंग करा दे. बोटिंग नहीं, बोट राइड half an hour. How much rupees? Half an hour. Yes. 830. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ റാറ്റ്. ഇവിടെയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, വരാനുള്ള അപ്പം അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ എൻ്റെ ബോട്ടിന് വിടുന്നില്ല. ബോട്ട് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം. നടക്കാം.
ഇവിടെ കാണാൻ ഒരുപാടുണ്ട് ഇങ്ങനെയൊക്കെ. ഇവിടെ അവിടെ നിന്ന് പടം വരയ്ക്കുന്നു കുറച്ച് പേര്. എന്താണെന്ന് നോക്കട്ടെ. പടം കണ്ട ഒരാളിങ്ങനെ പടം വരയ്ക്കുന്നു. ഇവിടെ ഇതിൻ്റെ പടം വരയ്ക്കുന്നതാണ് ഗൈസ്. പടം വരയ്ക്കുന്ന ഒരാൾ സൂപ്പർ. അവരതിൻ്റെ പടം വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാം. ഇതൊരു ഗെട്ട്. അസി ഗെട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് മെയിൻ വഴി എങ്ങനെ കയറുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗംഗേര തീരത്തൂടെ ഇങ്ങനെ നടക്കാം. അത്യാവശ്യം ഇവിടെയൊക്കെ വൃത്തിയുണ്ട് സംഭവം. ഇവിടെയൊക്കെ ഗൈസ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഗംഗയിലും അത്യാവശ്യം കുഴപ്പമില്ല. ഗംഗ ഇപ്പം വെള്ളം മാത്രം കളർ മാത്രം ബ്ലാക്ക് എന്നേ ഉള്ളൂ. വെള്ളം മാത്രം ബ്ലാക്കായിട്ട് കിടക്കുകയാണ്, കറുപ്പുണ്ട്. ബാക്കി കുഴപ്പമില്ല, കൊള്ളാം, സെറ്റ്, അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. അവിടെ അതൊരു ഗട്ട്, ഇത് അടുത്ത ഗട്ടിലോട്ടാണ് പോണത്. നടന്നു തന്നെ പോവാം എല്ലാ ഗട്ടിലോട്ടും നമുക്ക്. ഇത് അടുത്തൊരു ഗട്ടാണ്. അസി ഗട്ടിലാണ് നമ്മൾ വന്നിറങ്ങി. അടുത്ത് വേറെ ജാക്കറ്റ് ഊരിയിട്ട്, കാരണം ഇവിടെ ഇത്തിരി ചൂടായി. തണുപ്പുണ്ട്, തണുത്ത് ചെറിയൊരു കാറ്റുണ്ട്, എന്നാലും ഇവിടെ കുഴപ്പമില്ല. ഇവിടെ വെയിലുണ്ട് അതൊക്കെ അത്യാവശ്യം. അപ്പോൾ 2-3 ഗട്ട് ഞാൻ ഇങ്ങനെ നടന്ന് വന്നായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല, കാരണം അവിടെ ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് അവർ ബലി അർപ്പണം നടത്തിയിട്ട് കുളിക്കുക അങ്ങനെ കാര്യങ്ങൾ ലേഡീസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ നടി കിട്ടിയ ഓടാൻ പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരോ ഗട്ടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട് ഈ പുള്ളിക്കാരൻ വരയ്ക്കണാണെന്ന് തോന്നുന്നു. അടിപൊളി പെയിൻറ്റിങ് കേട്ടോ, സൂപ്പർ പെയിൻറ്റിങ്. വരച്ച് തരുന്നതാണ്. നല്ല റാറ്റായിരിക്കും, നമ്മൾ ചോദിക്കണമൊന്നുമില്ല. നല്ല ഫോട്ടോസ്. ഫോട്ടോ എടുത്ത് പറയുന്നു. ഫോട്ടോ എടുത്തുകൂടാ, ഞാൻ വീഡിയോ എടുത്ത്, എന്നൊന്നും പറഞ്ഞില്ല. അപ്പം ഇതൊരു ഗട്ടാണ്. ഇവിടെ എല്ലായിടത്തും ബോട്ടിംഗ് ഉണ്ട്. എല്ലാ ഗട്ടിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബോട്ട് വഴിയും പോവാം, നമുക്ക് നടന്നും പോവാം. അവിടെ മൊത്തം പുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി നടന്നു തുടങ്ങിയിട്ട്. ഗട്ടുകളിൻ്റെ അത്യാവശ്യമില്ല, ഏകദേശം 85 ഗട്ടെന്തോ ഉണ്ടെന്നാണ് പറയണത്. അപ്പം നമ്മളതിലൊരു 5, 6, 7, 8 ഗട്ട് ആയതേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, നല്ല തിരക്കാണ്. ഇവിടെ ഒരു സെറ്റപ്പ് കൊള്ളാം. എന്ത് ചെയ്യണതാണ്, ചെവി ക്ലീൻ ചെയ്യണതോ? സെറ്റ് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എൻ്റെ ഫോട്ടോ ഷൂട്ട് സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നടന്ന് ഒരു പരുവമായി. അവിടെ ബോട്ട് പൊളിക്കാൻ പരിപാടികളൊക്കെ ചെയ്യണം. ബോട്ട് ഉണ്ടാക്കണം, അത് പൊളിക്കണതാണോന്ന് അറിയത്തില്ല. ബോട്ട് ഉണ്ടാക്കണം കേട്ടോ. ചായ കുറച്ചൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പിന്നെ അടുത്ത ഗട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ അടിച്ചു തുടങ്ങി. നമുക്ക് നോക്കാം എന്താണ്. കുറേ ദൂരം ഉണ്ട് നടക്കുക. ഇവിടെയും നല്ല കടവൊക്കെ സെറ്റപ്പാണ്. എല്ലായിടത്തും ഒരു പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ അടുത്ത ഗട്ടിലോട്ട് പോകാം. നടന്ന് പോവുകയാണ് ഗൈസ്. നമ്മൾ ഏകദേശം കുറച്ചും കൂടെ കവർ ചെയ്തിട്ട് പോവും. ഫുള്ള് നടക്കാൻ വയ്യ. അപ്പം നമ്മൾ അടുത്ത കെട്ട് പിടിക്കുകയാണ്. ഓക്കെ.